മധു, കടുപ്പത്തിലൊരു ചായ എടുത്തേ. നിങ്ങൾക്ക് നല്ല ചൂട് സമൂസയും ജിലേബിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്താ പതിവില്ലാത്ത സമൂസയും ജിലേബിയൊക്കെ ആയിട്ട് പ്രൊമോഷൻ വല്ലതും കിട്ടും? ഇത് അതിനേക്കാളൊക്കെ വലിയ കാര്യമാ. മോനെ പഠിപ്പിക്കാൻ നല്ലൊരു കോളേജ് കണ്ടുപിടിച്ചു. പറയട്ടെ, കോളേജ് കണ്ടുപിടിച്ചോ? സുനിലിന്റെ മോനും അവിടെ തന്നെയാ പഠിക്കാൻ പോകുന്നത്. നല്ല കോളേജാണ്, നല്ല ടീച്ചേഴ്സാണ്, നല്ല റെപ്യൂട്ടേഷൻ ഉണ്ട്, ന്യായമായ ഫീസും, പിന്നെ പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ ടെൻഷനും വേണ്ട. അവിടുത്തെ ആംബിയൻസ് ഒക്കെ എങ്ങനെയാ? നിനക്ക് ആംബിയൻസ് ഉണ്ടായാൽ മതിയല്ലോ. എന്റെ മോനെ അങ്ങനെ ഇങ്ങനെയുള്ള കോളേജിലൊന്നും അയക്കാൻ പോകുന്നില്ല. അച്ഛാ, എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. എടാ ഒരു മിനിറ്റ്, ആദ്യം കുറച്ച് ചട്നി കൊണ്ടുവാ. അച്ഛാ, ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ എൻവയോൺമെന്റ്, അതായത് പഠനം ഭാരമാവരുത്, പഠിക്കുന്നത് എൻജോയ് ചെയ്യാൻ പറ്റണം. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വേണം, സ്പോർട്സ് വേണം, ഫോറിൻ നിന്നൊക്കെ പിള്ളേർ വരണം, എന്നാലേ എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അച്ഛാ, അത് മോനെ ഒരു മിനിറ്റ്, ഇവൻ ചീത്ത കൂട്ടുകെട്ടിപ്പെട്ട എന്ത് ചെയ്യും? അതെങ്ങനെ ചീത്ത കൂട്ടുകെട്ടിപ്പെടുന്നത്? ആൽക്കഹോൾ ഇല്ല, ഡ്രഗ്സ് ഇല്ല, ഒന്നുമില്ല, റാഗിംഗ് ഇല്ലാത്ത കോളേജ്. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഇരുന്നങ്ങ് സംസാരിക്കേ. പോയി പഠിക്കേണ്ട ആളോട് ചോദിക്കരുത്. എല്ലാവർക്കും സ്വന്തം ഇഷ്ടം നടത്തണം. അച്ഛാ, ഞാനൊരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ അവരുടെ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് പറ്റിയ കോളേജാണെന്നേ. ചായ. അല്ല, കുഴപ്പമില്ല, ചെക്കൻ വലുതായി, അവന് വേണ്ടത് എന്താണെന്ന് അവനറിയാം. ഏത് കോളേജാടാ? ശ്രീ യൂണിവേഴ്സിറ്റി, കട്ടക്കില്. ഒറീസയിലെ കട്ടക്കോ? ആ, അത് ശരി, നീയും അതല്ലേ ഞാൻ പറഞ്ഞത്. ചെക്കൻ വലുതായി, അവന് വേണ്ടത് എന്താണെന്ന് അവൻ അറിയാന്ന്. ആദ്യമായിട്ടാണ് ഈ വീട്ടിലെല്ലാരും ഒരേ കാര്യം പറയുന്നേ. അച്ഛനും മധുരം കൊടുക്കടാ. Shri Shri University. Learn, lead, serve.